വീണ്ടും ഒരു അംഗത്തിന് നമ്മുടെ ചവറയിൽ LDFന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് വിജയൻപിള്ള. അദ്ദേഹം ഡോക്ടർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കെയറിംഗ് എന്ന് പറയും. അത് ഈ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനമാണ്. ഓരോ വോട്ടർമാരെയും കെയർ ചെയ്താണ് അദ്ദേഹം പോകുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ നാട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കടുത്ത ഒരു പോരാട്ടത്തിലേക്കാണ് ഒന്നാമത് ഇടതുപക്ഷ സർക്കാർ ഒരു 3.0 എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ള ഇതിൽ കാത്തു നിൽക്കുന്നു. ഒപ്പം അങ്ങും വീണ്ടും ഒരു ജനങ്ങളുടെ ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം? നമസ്കാരം. നമ്മള് ഈ പറഞ്ഞ ഒരു തുടർച്ച, ഇടതുപക്ഷ സർക്കാരിന് ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാവരും വീട് വിടാതെ കയറുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭവം ഈ പറഞ്ഞ ഒരു കടുത്ത പോരാട്ടത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. ഏകപക്ഷീയമായിട്ടുള്ളൊരു വിജയം തന്നെയാണ്. വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതെല്ലാം മിക്കവാറും എല്ലാ ജനങ്ങളെയും സ്പർശിച്ചു പോയിട്ടുള്ളവയാണ്. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഈ മത്സ്യ മേഖല അതിൽ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഹാർബർ, ശക്തികുളങ്ങര ഹാർബറിൽ തന്നെ നമ്മൾ ഡിസാസ്റ്റർ ബിൽഡിങ്, പുതിയ വാർപ്പുകൾ, റെസ്ക്യൂ വാർപ്പ് അടക്കം നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. ചില ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഒരു കല്ലുംപുറത്ത് ബോട്ട് ബിൽഡിംഗ് യാർഡ്. ഇത് സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണമേന്മയുള്ള ബോട്ട് ഏറ്റവും വില കുറച്ച് ലഭിക്കാൻ പറ്റുന്നതും പെട്ടെന്ന് ലൈസൻസ് കിട്ടുന്നതുമാണ്. ഗവൺമെന്റിന്റെ മത്സ്യബെഡിന്റെ ഉടമസ്ഥയിലുള്ളതാകുമ്പോൾ നീണ്ടകരയിൽ വല നിർമ്മാണ യൂണിറ്റ് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. 62 കോടി രൂപ മുടക്കിയിട്ടാണ്. ഇത് പൂർത്തീകരിക്കുമ്പോൾ 3 ഷിഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും 1,500 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. വലിയൊരു പദ്ധതി കൂടിയാണ് KMML അതിന്റെ ഈ കോറിഡോർ ധാതു സമ്പത്തിന്റെ. അതെ, മറ്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് അവിടെ 1500ഓളം തൊഴിലാളികൾ, അവര് വിവിധ കോൺട്രാക്ടർമാരുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്നവരെ അത് കമ്പനിയുടെ ഡയറക്റ്റ് വർക്കേഴ്സ് ആക്കി മാറ്റാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ 10 വർഷം. തൊഴിലാളികളെ ഇത്ര ചേർത്ത് നിർത്തിക്കൊണ്ട് പോയ സർക്കാരില്ല. എല്ലാം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ജനങ്ങളെ ചേർത്തും പേർത്തും നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണം, ഇത് നമുക്ക് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിൽക്കുന്നത്. അച്ഛന്റെ അദ്ദേഹം തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഏറെ ഭംഗിയായി ഇടതുമുന്നണിയുടെ ഒപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതല്ലേ അതിപ്പോ ആ ഒരു ഇതല്ലേ ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? അതെ, അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മുടെ മുക്കാട് ഫാത്തിമ തുരുത്തുകളാണ്, ഒറ്റപ്പെട്ട തുരുത്തുകളായി കിടന്നിരുന്നതാണ്. അവർ ഈ 10-65 വർഷമായിട്ടുള്ള അവരാവശ്യമായിരുന്നു. ഒന്ന് ഒരു പെട്ടെന്നൊരു ഹൃദയാഘാതം വന്നാലോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ ഒരു ചെറുവള്ളങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനൊക്കെ ശാശ്വതമായ പരിഹാരമായിക്കൊണ്ട് 2 പാലങ്ങൾ അവിടെ വന്നിരിക്കുന്നത് 17 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട്. അത് വലിയ സ്വീകാര്യതയാണ് പൂർത്തീകരിക്കുക വഴി ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. അതുപോലെ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന പേര് മാത്രമുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ നീണ്ടകര ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ. അത് ഇപ്പോൾ 46 കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യ മേഖല, പൊതുവിദ്യാഭ്യാസം എടുക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് 2015-16 കാലഘട്ടത്തിൽ കേവലം 15-16 കുട്ടികളുമായി അൺഎക്കണോമിക്കലായിരുന്ന പല LP സ്കൂളുകളിലും ഇന്നത്തെ അവസ്ഥ 450-500 അടുത്ത് കുട്ടികൾ പഠിക്കുക. അങ്ങനെ വിവിധ പദ്ധതികൾ ആരംഭം കുറിക്കുവാൻ സാധിച്ചിട്ടുണ്ട്, പൂർത്തീകരിക്കേണ്ടവയുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അതായത് 1000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ, അത് എണ്ണി പറയാവുന്ന, അതിൽ തൊഴിൽ അവസരങ്ങൾ ഉൾപ്പെടെ സമസ്ത മേഖലയും ടച്ച് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ വികസന പദ്ധതികൾ. ചവറയിൽ നിന്ന് ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.